Good morning, sir. Yes, Adira Krishna, good morning. Anjana Shankar, good morning. Okay, let us start. Arabichalom. Priya Banu, good morning. Okay, let us start. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞ ശരണ്യ ഗുഡ് മോർണിംഗ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞ ടെൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രസന്റ് പെർഫെക്റ്റ് വരെയുള്ള ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹീര ഗുഡ് മോർണിംഗ്. പ്രസന്റ് പെർഫെക്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് മുതൽ ആരംഭിക്കും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വൈകാമോൾ ഗുഡ് മോർണിംഗ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഹാഡ് ഉപയോഗിക്കുക, പിന്നെ വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ തേർഡ് ഫോം V3 തേർഡ് ഫോം ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് രണ്ട് മൂന്ന് സെന്റൻസുകളൊക്കെ നോക്കാം. ഐ ഹാഡ് ഗിവൺ ദ ടിക്കറ്റ്. ഐ സബ്ജക്റ്റ്, ഹാഡ്, ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗിവ്, ഗേവ്, ഗിവൺ ആണ്. ഐ ഹാഡ് ഗിവൺ ദ ടിക്കറ്റ്. യു ഹാഡ് received the letter. You had received the letter. പ്രസന്റ് പെർഫെക്റ്റില് നമ്മൾ എന്താണോ പറഞ്ഞത് അത് ചെയ്യുക, അതേ സ്റ്റൈല്. ആ ഹാസിനും ഹാവിനും പകരം ഹാഡ് ആക്കുക. ഹാസിനും ഹാവിനും പകരം എന്ത് ചെയ്യുക? ഹാഡ് ആക്കുക. മാത്രമാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. വേറെ യാതൊരുവിധ മാറ്റങ്ങളില്ല. ഐ ഹാഡ് ഗിവൺ ദ ലെറ്റർ. ഐ ഹാഡ് റിസീവ്ഡ് ദ മെസ്സേജ്. യു ഹാഡ് മിസ്റ്റേക്കൻ മീ. ദേ ഹാഡ് അണ്ടർസ്റ്റുഡ് ദ ഫാക്ട്. ഓക്കെ, അങ്ങനെ ഹാഡ് വെച്ചതിന് ശേഷം അത് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഹാഡ് വെച്ചിട്ട് ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ പറഞ്ഞ്. സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ ശ്രുതി. She had watched the movie. Correct. I had written the letter. She had watched the movie. Correct. She had finished the breakfast. Correct. She had finished the breakfast. Here, correct.
ഇനി ആർക്കെങ്കിലും? Okay. Okay. Then see you. Very good. Yes. Subject had പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നിമി ഞങ്ങളുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് കടന്നിരിക്കുന്നത്. കൂടി ശ്രുതി ശരിയാണ്. ഹി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് യു ബി പറയും ദേ ഹാഡ് ബിൽറ്റ് അനദർ ഹൗസ്. ഓക്കെ, ഐ ഹാഡ് മൈലേജ്. കുഞ്ഞു അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹാഡിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. ആ സംഗതി സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് സിമ്പിൾ പാസ്റ്റിലേ വരും. ഐ ഹാഡ് ഈറ്റൻ എന്ന് പറഞ്ഞിട്ട് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഐ ഹാഡ് ടേക്കൻ മൈ ലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആവും. ഹാഡേ വന്നിട്ടുള്ളൂ, ഹാഡിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. ഉണ്ടോ അതിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ? ഇല്ലല്ലോ. ലഞ്ച് അതൊരു നൗൺ അല്ലേ? ഓക്കെ. ഐ ഹാഡ് സങ് എ സോങ്, കറക്റ്റ് ആണ്. ഐ ഹാഡ് സങ് എ സോങ്. ഐ ഹാഡ് ഈറ്റൻ മൈ ലഞ്ച്, ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ. ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ ടെൻസ് വേറെയാണ് മാത്രം. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാസ്റ്റ് ഐ ഹാഡ് വർക്ക്ഡ് വെരി ഹാർഡ്. ഓക്കെ, ആക്ച്വലി ഓക്കെ കറക്റ്റ് ആണ്. ഐ ഹാഡ് വർക്ക്ഡ് വെരി ഹാർഡ്. യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് അറിയാമോ അഞ്ജലി? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ. യെസ്, അത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞ അഞ്ജലി, ക്യാൻ യു സേ എവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യം പറയുന്നല്ലേ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ പോരെ. ഐ ഹാഡ് റിട്ടൺ എന്നുള്ളതിന് പകരം ഐ റോട്ട് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഞാനൊരു സംഭവം, ഒരു സംഗതി പറയാം, അപ്പൊ നിങ്ങൾ പറഞ്ഞു പോകില്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നിങ്ങളിൽ ആരെയെങ്കിലും വിളിക്കാന്നാണ് വിചാരിച്ചത്. ഇനി അതൊരു വിവാദമാകണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും വിളിക്കുന്നില്ല. വിഘ്നേഷ് ഉണ്ടല്ലോ. വിഘ്നേഷ് എന്താ പറയാണ് വിഘ്നേഷ്? സാറേ, ഞാൻ ചില ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. മറ്റേ റേഡിയോളജി മറ്റേ ആ ക്ലാസ്സിലൊക്കെ പോകുന്നതാകുമ്പോ എനിക്ക് ചില ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. അപ്പൊ വിഘ്നേഷിനെ വെച്ചിട്ട് ഞാനേ ഓക്കെ ശരണ്യ, അത് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് സിമ്പിൾ പാസ്റ്റ് ആയി പോയി. പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. കാരണം ഹാഡ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ലല്ലോ. യെസ്. അപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ് എഴുതിയത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ്. നമ്മൾ ആ പാസീവ് വോയിസിലോട്ട് കടന്നിട്ടില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. സിമ്പിൾ നമ്മൾ ഇവിടെ പറയുന്നത് സബ്ജക്റ്റ് ഹാഡ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, വിഘ്നേഷ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഏതാണ് വിഘ്നേഷ് ആ കുട്ടിയുടെ പേര്? അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ഒരു പേരിടുകയാണ്. അപ്പൊ ഞങ്ങളൊരു പേരിടുകയാണ്. എന്ത് പേരിടണം? മിനി എന്ന് വിളിക്കുകയാണ് ഞങ്ങളെ. മിനി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ വിഘ്നേഷ് സ്നേഹിക്കുന്ന, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് മറന്നുപോകില്ല ഒരിക്കലും. വിഘ്നേഷ് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് മിനി. ഈ സ്നേഹം ആരംഭിക്കുന്നത് 2000-ലാണ്, 2000-ലാണ്. 2024 വിഘ്നേഷ് വിവാഹം കഴിക്കുന്നു. 2024 വിഘ്നേഷ് വിവാഹം കഴിക്കുന്നു. വിഘ്നേഷ് വിവാഹം കഴിക്കുന്നത് ദേവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്.
യെസ്, സംഭവം പിടികിട്ടിയല്ല. 2000 വിഘ്നേഷ് മിനിയെ സ്നേഹിച്ചു. 2024 വിഘ്നേഷ് ദേവികയെ വിവാഹം കഴിച്ചു. അപ്പൊ ഈ സംഭവം മുഴുവൻ ആർക്കറിയാം? നമ്മുടെ ശരണ്യക്കറിയാം. 2025 വിഘ്നേഷിനെ ശരണ്യ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ശരണ്യയും വിഘ്നേഷും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ, വിഘ്നേഷ് ശരണ്യയോട് പറയുകയാണ്, ഞാൻ ദേവികയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സംഭവമല്ല, സിറ്റുവേഷൻ അല്ല. ഞാൻ ദേവികയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഞാൻ സിറ്റുവേഷൻ 2000 മിനിയെ സ്നേഹിക്കുന്നത്, 2024 വിഘ്നേഷ് കല്യാണം കഴിക്കുന്നത്, 2025 ശരണ്യയോട് വിഘ്നേഷ് എന്ന് പറയുന്നത്. സെന്റൻസ് ഇതാണ്, ഞാൻ ദേവികയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അഞ്ജലി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പറ്റിയില്ല. യെസ്, %90 കറക്റ്റ് ആണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വിഘ്നേഷ് പറയൂ, തെറ്റിക്കോട്ടെ. സാറേ, I had before I married Devika, I had fell in love with Mini. I had fell in love with വരൂല, ഫെൽ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇവിടെയാണ് ഈ സംഭവം. ഓക്കെ, രണ്ടാമത് ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിരുന്നു. നോക്കി, 2025 ഈ സംഭവം പറയുന്നത്. അപ്പോ സ്നേഹിച്ചു എന്നുള്ളതും വിവാഹം കഴിച്ചു എന്നുള്ളതും ഓൾറെഡി പാസ്റ്റ് ആണ്. രണ്ടും കഴിഞ്ഞു പോയ സംഭവം അല്ലേ? രണ്ടും കഴിഞ്ഞു പോയ സംഭവം. സ്നേഹിച്ചത് എന്നാണ്? സ്നേഹിച്ചത് 2000 വിവാഹം കഴിച്ചത് എന്നാണ്? 2024 അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടും കഴിഞ്ഞു പോയ സംഭവമാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ശരിയല്ലേ? അങ്ങനെ രണ്ടും കഴിഞ്ഞു പോയ സംഭവമാണ്, പാസ്റ്റ് ആണ്. അങ്ങനെ രണ്ടും കഴിഞ്ഞു പോയ സംഭവം, രണ്ട് പാസ്റ്റ് ടെൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആദ്യം നടന്ന സംഭവം ഏതാണത്? വിച്ച് ആക്ഷൻ ഹാപ്പൻഡ് ഫസ്റ്റ്? അപ്പൊ നിങ്ങളൊന്ന് നോക്കി, യെസ് യെസ്, ഓക്കെ, ദാൻസി, ഓക്കെ, നിമ്മി, ഓക്കെ 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 ഓക്കെ, കറക്റ്റ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം നടന്ന സംഭവം വിവാഹം കഴിച്ചു എന്നുള്ളതാണോ സ്നേഹിച്ചു എന്നുള്ളതാണോ? സ്നേഹിച്ചതല്ല ആദ്യം നടന്നത്. അപ്പൊ അങ്ങനെ രണ്ട് പാസ്റ്റ് ടെൻസ് വരുമ്പോ അതിൽ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് പറയും, രണ്ടാമത് നടന്ന സംഭവം വെറുതെ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കിവിടെ പറയാം, ബിഫോർ ഐ മാരീഡ്. അഞ്ജലി എഴുതിയപ്പോ മാരി എന്ന് എഴുതിയുള്ളൂ, മാരീഡ്, MARRIED. ബിഫോർ ഐ മാരീഡ് ദേവിക, ദേവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഐ ഹാഡ് ലവ്ഡ് മിനി, ഇതാണ് കറക്റ്റ്. അല്ലെങ്കിൽ ഐ ഹാഡ് ലവ്ഡ് മിനി ബിഫോർ ഐ മാരീഡ് ദേവിക, ദേവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓർത്തിരുന്നാൽ മതി, രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് ഒരു സെന്റൻസിൽ വന്നു കഴിയുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കുക. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. അതാണ് അതിൻ്റെ ഉള്ള സംഗതി. അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ. യെസ്, അപ്പൊ എവിടെയെല്ലാം ഹാഡ് കാണുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇനി വിഘ്നേഷിനെ കുറിച്ച് നോക്കും. ഓ യെസ്, അന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തതാണല്ലോ ഹാഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുക, അതൊരു വെർബാണ്, ചെല്ലുക. അവൾ പോയിട്ടുണ്ടായിരുന്നു, പോവുക, അതും ഒരു വെർബാണ്. യെസ്, അപ്പൊ ചെല്ലുക എന്നുള്ളതും പോവുക എന്നുള്ളതും ഒരേ വെർബാണ്. അപ്പൊ നോക്കി, ചെല്ലുക എന്ന് പറയുന്ന സംഭവമാണോ
അവൾ പോവുക എന്ന് പറയുന്ന സംഭവമാണോ അതിന് സംഭവിച്ചത്? അവൾ പോയതല്ലേ. അവൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ അവളെ കാണുമായിരുന്നല്ലോ. യെസ്, ഓക്കെ, ശരണ്യ. അപ്പൊ എങ്ങനെ പറയാം നമുക്കിത്? ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദയർ, REACHED, ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദയർ ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ. അല്ലെങ്കിൽ വെൻ ഐ റീച്ച്ഡ് ദയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നതാണ് രണ്ടാമത് നടന്ന സംഭവം, ആദ്യം നടന്ന സംഭവം ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ ഒരു സംഭവം ആലോചിക്കുക. അതിന്റെ അതോടെ സിമ്പിൾ പാസ്റ്റും വേണം, ഒരെണ്ണം പാസ്റ്റ് പെർഫെക്റ്റും വേണം. ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യം. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ തസ്നിയത്ത് വേണമെങ്കിൽ പറയാം, ബിഫോർ ഐ കുക്ക്ഡ് ഫുഡ് ഐ ഹാഡ് വാഷ്ഡ് ദ പ്ലേറ്റ്. കേട്ടോ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്ലേറ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നടന്ന പ്ലേറ്റ് കഴുകിയതാണ്. യെസ്, ഓക്കെ. അല്ലെങ്കിൽ ഐ ഹാഡ് വാഷ്ഡ് ദ ഡിഷസ്, ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രം മാത്രം കേട്ടോ. അപ്പൊ ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങളൊരു രണ്ട് ഇൻസിഡന്റ് ഉണ്ടാക്കുക മനസ്സിൽ. അല്ല, ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ബൈ ദ ടൈം ദ പോലീസ് അറൈവ്ഡ് ദ തീഫ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ ശ്രുതി, വെരി ഗുഡ് വെരി ഗുഡ്. പോലീസ് എത്തിയപ്പോഴേക്കും കള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസ് എത്തിയത് രണ്ടാമത്, കള്ളം പോയത് ആദ്യമാണ്. ബൈ ദ ടൈം ദ പോലീസ് അറൈവ്ഡ് ദ തീഫ് ഹാഡ് ലെഫ്റ്റ്, പോലീസ് എത്തിയപ്പോഴേക്കും കള്ളൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ് സെന്റൻസ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത്. രണ്ട് സെന്റൻസ് ഉണ്ടാവണം, രണ്ട് കഴിഞ്ഞു പോയ സംഭവമായിരിക്കണം, അതിൽ ഒന്ന് ആദ്യം നടന്ന സംഭവമായിരിക്കണം, അതിന്റെ കൂടെ ഹാഡ് വെക്കും. Before I went to school, I had arranged my books. Okay, okay, അത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, ശരിയല്ലോ. ഓക്കെ, യെസ്. When I reached the class, വിഘ്നേഷേ, അതിനകത്ത് ഒരു സ്ഥലത്തും ഹാഡ് വന്നില്ലല്ലോ. ആ ബെല്ല് കഴിഞ്ഞിട്ട് ഹാഡ് കൂടി ചേർന്നു. യെസ്, അപ്പൊ ശരിയാ. ഓക്കെ, she had finished her work before she went to party. Okay, Sudhi, correct ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ രണ്ട് സംഭവം ഓർക്ക്, ഇന്ന് ചെയ്ത കാര്യം ഓർത്താ പോലെ. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് പഞ്ചസാര ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് പറയാല്ലേ, എന്തെങ്കിലും സംഭവം ഇഷ്ടം പോലെ പറയാവുന്നതാണ്. When I admitted the hospital, the doctor had gone. Yes, okay. അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് അഡ്മിറ്റ് എന്നുള്ളത്. കാരണം വെച്ചാലേ അഡ്മിറ്റ് എന്നുള്ള പ്രവേശിപ്പിക്കുക എന്നാണ്. ശരിക്കും അയാളെയാണ് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. ജൂബി, അതിനകത്ത് ആഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെ നോക്കിയേ? ഓക്കെ, ഹീര കറക്റ്റ് ആണ്. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. നിമ്മി, ഓക്കെ, യെസ്. അപ്പൊ അത് പിടികിട്ടിയല്ലോ. ഇനി അത് മറന്നു പോകില്ലല്ലോ. ഹാഡിന്റെ ഉപയോഗം മനസ്സിലായല്ലോ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഐ ഹാഡ് ടേക്കൻ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മിസ്റ്റേക്കൻ, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ലവ്ഡ്, ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഹാഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച്. അപ്പോ ഈ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു നോട്ടാണ്. ഐ ഹാഡ് നോട്ട്. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പൊ ഹാഡ് നോട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ഗിവൺ ദ മണി. ഞാൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ടെലഫോൺഡ് ഹിം. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ഗിവൺ ദ കംപ്ലൈന്റ്. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. യു ഹാഡ് നോട്ട് സീൻ മീ. നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. I had not finished my homework before I went to bed. Okay, Julie, ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്റെ ഹോംവർക്ക് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ ഹാഡ് കഴിഞ്ഞതിന് ശേഷം നോട്ട് വെച്ച് കഴിയുമ്പോൾ അത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ എന്തായിട്ട് മാറുന്നു? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമായിട്ടത് മാറുന്നു. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടത് മാറുന്നു. ഓക്കെ, പറഞ്ഞു. നിങ്ങളുടെ ഭാവനയിൽ വരുന്ന സെന്റൻസ് പറഞ്ഞു. ജോബിയോട്ടം പറഞ്ഞു. പുറത്തൊരു ഹാഡ് കഴിഞ്ഞിട്ട് നോട്ടും വെച്ചേർന്നു. വെറുതെ അതിനകത്ത് സിമ്പിൾ ഫാസ്റ്റ് വേണമെന്നില്ല. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടെ നിൽക്കണം. അപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നു, ഒന്നും മുറി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ക്ലീൻഡ് മൈ റൂം. ഉണ്ടോ? യെസ്, ഐ ഹാഡ് നോട്ട്. ഇന്ന് പേപ്പർ വായിച്ചില്ല. ഐ ഹാഡ് നോട്ട് റെഡ് ദ ന്യൂസ് പേപ്പർ. യെസ്, അല്ലെങ്കിൽ ഐ ഹാഡ് നോട്ട് ഗോട്ട് മൈ ലഞ്ച്. ഓക്കെ കുഞ്ഞു? യെസ്. അതുമല്ല എങ്കിൽ നമുക്ക് എന്താ പറയാം? ഐ ഹാഡ് നോട്ട് പ്രിപ്പയർഡ് ലഞ്ച്. ഞാൻ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് വരുന്ന വാചകം പറഞ്ഞു. When I got the bus, I had not given the money. ശരണ്യ, എന്താണ് ഉദ്ദേശിച്ചത്? I had not eaten at the restaurant. Yes. Okay. I had not prepared. Okay, Sudhi, I had not read the novel. I had. Yeah. അത് കുറച്ചുകൂടി സ്റ്റൈലായിരിക്കാം. When I traveled by bus. Okay. Okay, Madi, thanks. Yeah, no problem. Do your work. Okay. Yes. Okay. Yes. അപ്പൊ ഹാഡ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ നെഗറ്റീവ് വാചകം കിട്ടുമെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കും. ഓക്കെ. യെസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റിന്റെ തന്നെ ഇന്ററോഗേറ്റീവ്, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോലെയുള്ള ഐ ഹാഡ് നോട്ട് എക്സ്പെക്ടഡ് ആസ് ദ സർപ്രൈസ് പാർട്ടി ഓൺ മൈ ബർത്ത്ഡേ. ഓക്കെ. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. യെസ്. അപ്പൊ നമുക്ക് പറയാം, no problem. Okay. Better late than never. I had not visited Delhi. Okay. Yes. I had not studied when the exam conducted. Yes. Anjali, എനിക്ക് ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതിനകത്തൊന്നും കുഴപ്പം പറ്റുന്നറിയാം. നോക്കിയേ, എക്സാം കണ്ടക്ട് ചെയ്യേണ്ട, എക്സാമിനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ കറക്റ്റ് അല്ലേ? എക്സാം ആരെയും കണ്ടക്ട് ചെയ്യുന്നില്ല. നമ്മൾ ആരെ കണ്ടക്ട് ചെയ്യുന്നു? എക്സാമിനെ കണ്ടക്ട് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചില സംഘടനകളൊക്കെ കളക്ട്രേറ്റ് വളയുന്ന സമരം അവര് ചെയ്യുന്നു വിചാരിക്കും. അപ്പൊ അവര് അവിടെ ഇവിടെയൊക്കെ മതിലിൽ എഴുതി വെക്കും, ഓഗസ്റ്റ് 15 കളക്ട്രേറ്റ് വളയുന്നു. എന്നാലോചിച്ച് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഈ കളക്ട്രേറ്റ് അല്ല വളയുന്നത്, കളക്ട്രേറ്റിനെയാണ് വളയുന്നത്. അപ്പൊ അത് എവിടെ എന്ത് വന്നു? പാസീവ് വോയിസ് ആണ്. എക്സാം ആരും നടത്തുന്നില്ല, എക്സാമിനെയാണ് നടത്തുന്നത്. ഓക്കെ ജൂബി, ഓക്കെ ശ്രീലക്ഷ്മി. കണ്ടോ? അതാണ് ഡിഫറൻസ്. എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അതിന്. യെസ്.
അപ്പൊ എപ്പോഴും ആ ഒരു കാര്യം എപ്പോഴും പാസീവ് വോയിസോട്ട് പോകുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുന്നു, ഓഗസ്റ്റ് 15 കളക്ട്രേറ്റ് വളയുന്നു. ഓഗസ്റ്റ് 15 തീയതി കളക്ട്രേറ്റ് വളയില്ല. കളക്ട്രേറ്റ് അതുപോലെ നേരെ കളക്ട്രേറ്റിനെ വളയുന്നു. ആര് വളയുന്നു എന്നുള്ളത് പിന്നീട് പറയും. ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ കളക്ട്രേറ്റ് വളയുന്നു. സമരത്തിന്റെ ഭാഗമായിട്ട് കളക്ട്രേറ്റിന് വളയുക. യെസ്, അതുപോലെ ചില കാര്യങ്ങളിൽ പാസീവ് വോയിസിലൂടെ കയറി വരും. ഓക്കെ വി ഹാഡ് നോട്ട് എക്സ്പെക്ടഡ് സച്ച് എ ലാർജ് ക്രൗഡ്. ഓക്കെ നിമി, കറക്റ്റ്. യെസ്. അപ്പോ എക്സാം വാസ് കണ്ടക്ടഡ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ചേർക്കുമ്പോഴാണ് അത് കറക്റ്റ് ആകുന്നത്. യെസ്. അപ്പൊ അത് നമുക്ക് ഈ ടെൻഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് പാസീവ് വോയിസ് ആണ്. അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി റെഡിയാക്കാം. ഓക്കെ, ഇപ്പോൾ അതൊന്ന് ഓർമ്മയിലുണ്ടായാൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പിടികെട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തോട്ട് വരാം. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ശരണ്യ, ഐ ഹാഡ് നോട്ട് സീൻ ദാറ്റ് മൂവി. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തന്നെ ഒരു ചോദ്യമാക്കും. ചോദ്യമാക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഡ് അവിടെ നിന്ന് എടുത്തിട്ട് ആദ്യം പറയും. ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് വെൻ ദ പവർ വെന്റ് ഓഫ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതല്ല സെന്റൻസ്. അപ്പൊ ഹാഡ് നമ്മൾ ആദ്യം പറയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമായിട്ട് മാറുകയാണ്. എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുകയാണ്. യെസ്. അപ്പോ അങ്ങനെ ചോദ്യമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹാഡ് നമ്മൾ ആദ്യം ചേർക്കും. യെസ്. അപ്പോ വഴിയിൽ വെച്ച് ഞാനിപ്പോ ആരെ കാണുന്നു? വൈഗമോടെ കാണുന്നു. അപ്പോ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പിന്നീട് ഈ ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം കാണുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഹാഡ് യു ഗോട്ട് ആൻ അപ്പോയിന്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ? നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാഡ് നമ്മൾ ആദ്യം വെക്കുകയാണ്. ഹാഡ് യു റിസീവ്ഡ് ദ മെസ്സേജ്? നിങ്ങൾ ആ മെസ്സേജ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹാഡ് യു സ്ലെപ്റ്റ് വെൽ? നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാഡ് യു ടേക്കൺ ബാത്ത്? നിങ്ങൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. അത് തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ചോദിക്കേണ്ട. ഡിഡ് യു ബാത്ത്? നീ കുളിച്ചോ? അപ്പൊ കുളിച്ചിട്ടുണ്ടായിരുന്നോ ആവൂല, കുളിച്ചോ എന്നാണ്. രണ്ടാണ്. ഓക്കെ. ഹാഡ് ഷീ ഗോൺ? അവൾ പോയിട്ടുണ്ടായിരുന്നോ? നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഡിഡ് യു ഗോ? നീ പോയോ? അത് രണ്ട് കോൺടെസ്റ്റ് ആണ്. ഓക്കെ. ഹാഡ് ദേ സ്റ്റാർട്ടഡ് ദ മൂവി ബിഫോർ യു? ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. നീ എത്തുന്നതിന് മുമ്പ് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഹാഡ് യു നോട്ടീസ്ഡ് ദ മിസ്റ്റേക്ക് ബിഫോർ സെൻഡിങ് ദ മെസ്സേജ്? ഓക്കെ ശ്രുതി, നല്ല സെന്റൻസ് ആണ്. നീ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് മിസ്റ്റേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു? പോയിട്ടുണ്ടായിരുന്നു? വന്നിട്ടുണ്ടായിരുന്നു? മനസ്സിലായി. ഹാഡ് ഷീ കംപ്ലീറ്റഡ് ഹെർ അസൈൻമെന്റ്? ഓക്കെ ജിമ്മി. ഹാഡ് യു നോട്ട് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? ഓക്കെ കുഞ്ഞു. യെസ്. അങ്ങനെ ഹാഡ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. യെസ്. ശ്രുതി. ശ്രുതി SMS. ഓക്കെ, ലൈനിൽ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ജൂബി പോൾ. ഓക്കെ സുലക്ഷ്മി. ഓക്കെ, ജൂബിയും ലൈനിൽ നിൽക്ക്. അപ്പൊ ശ്രുതി ഹാഡ് വെച്ച് തുടങ്ങും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറവൂർ ഭാഗത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും. ജൂബിയും ഹാഡ് ദേ ഈറ്റ് ദ ഡിന്നർ ബിഫോർ ദ മൂവി സ്റ്റാർട്ട്? ഓക്കെ നിമി. അപ്പോ ശ്രുതി ജൂബിയോട് ഹാഡിൽ തുടങ്ങുന്ന 2-3 ചോദ്യങ്ങൾ ചോദിക്കും. ഹാഡ് വെച്ച് ആരംഭിക്കുന്ന 2-3 ചോദ്യങ്ങൾ ഹാഡിലായിരിക്കണം. യാദൃശ്യമായിട്ട് വഴിയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടി, പറവൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടുമുട്ടി. അപ്പോ ഹാഡ് വെച്ച് തുടങ്ങുക. ഔപചാരികമായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡിൽ ആരംഭിക്കുന്ന 2-3 ചോദ്യങ്ങൾ. Had you finished your breakfast? Had you finished your breakfast? Okay.
അപ്പൊ ജൂബിക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ടെന്ന് പറയാം, യെസ് ഐ ഹാഡ് ഫിനിഷ്ഡ്. ഓക്കെ ഹീര, അല്ലെങ്കിൽ ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ്. യെസ്, രണ്ടും പറയാം. യെസ് ഓർ നോ, അത് ജൂബിയുടെ മനോ വിചാരത്തിന് വിടുകയാണ്. ആസ് യു ലൈക്ക്. യെസ് എന്നോ നോ എന്നോ പറയാം. Yes, I had finished my breakfast. Okay, yes, I have finished my breakfast. Very good, very good. ഇനി അടുത്ത ചോദ്യം രഞ്ജന ചോദിക്കും. Had the train left before you reached the station? അപ്പൊ Yes. ബസ് ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലായിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല. Yes, the train gone before I reached there. അപ്പൊ അവിടെ ഇതിനകത്ത് ചെറിയൊരു കറക്ഷൻ വേണം. ഗോൺ എന്ന് പറഞ്ഞു, ഹാഡ് ഗോൺ എന്ന് പറയണം കേട്ടോ. കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ വെർബ് തനിച്ച് നിൽക്കില്ല, അതിന് കൂടെ ഒരു ഓക്സിലറി ചെയ്ത് വരും. അപ്പൊ ഹാഡ് ഗോൺ ഞാനത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, വെരി ഗുഡ്. Had you finished your work in home before entering the class? യെസ്, Yes, I finished my all works. യെസ്. Two more question. Had you seen any movie in this week? വെരി ഗുഡ്. ഞാൻ പ്രതീക്ഷിച്ചതാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ? അതൊക്കെ സിനിമയുടെ പേര് തന്നെ പറയാം. ഹാഡ് യു സീൻ ദ ഫിലിം തുടരും അങ്ങനെ പറയാം. ഞാൻ ഇപ്പൊ ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. No, I had not seen any movie in this week because we all have viral fever. That's why we didn't see any movie in this week. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയാ ശ്രുതി, അവിടെ ഒരു സാധനം ഇട്ട് തന്നിട്ടുണ്ട്. എപ്പോഴും ഉണ്ടല്ല, നിങ്ങളെ തല്ല് പിടിക്കാൻ നമ്മൾ കണക്കാക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ അമ്മയോ നമ്മുടെ അച്ഛനോ പറയുന്ന ആ വാക്കിൽ നമ്മൾ കിരപ്പിക്കും. ഇല്ലേ? കടാ ഇങ്ങനെ പറയണം, അത് നമ്മൾ അങ്ങനെ കിരപ്പിടിക്കില്ലേ? ആ സാധനം പോലെ ഇപ്പൊ യൂബിയുടെ സാധനം ഇട്ടു, എനിക്ക് വൈറൽ ഫീവർ ആയത്. അതുമായി ബന്ധപ്പെട്ട കണക്ക് അടുത്ത ചോദ്യം ചോദിക്കും. മരുന്ന് വാങ്ങിച്ചോ? Had you bought medicine for viral fever? അല്ല, Yes, I go hospital and I had medicines last 1 week. I have this viral fever. Now I little bit reduce my fever. Now I have cough. യെസ്. Okay, ഇനി sir. ആഡ് വെച്ച് തന്നെ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒന്നോ രണ്ടോ സെന്റൻസ് വേണമെങ്കിൽ സന്ദർഭോചിതമായിട്ട് പറഞ്ഞോട്ടോ. അത്രയൊക്കെ പറഞ്ഞതല്ലേ. അപ്പോ ആഡ് വെച്ച് ചോദിക്കണം. യെസ്, ശ്രീലക്ഷ്മി. വി ഹാഡ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ശ്രുതി SMS ചോദിച്ചു. അപ്പൊ ശ്രുതിയോട് 5 ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ശ്രുതിക്ക് വിഷമമുണ്ടാവുന്നത്. അപ്പൊ യോഗി ഒരു 5 ചോദ്യം തിരിച്ചു ചോദിച്ചു. നല്ല സ്റ്റൈലായിട്ടുള്ള ചോദ്യം ചോദിച്ചു. ഹാഡ് വെച്ച് തുടങ്ങുന്ന ഒരു 5 ചോദ്യം, അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. യെസ്. Had you driven the car before the accident happened? യെസ്. No, I had not driven the car. ഓക്കെ ഓക്കെ. You had the driving license? You have? Yes, I have the driving license. Are you drive the car? No, I am not driving recently. യെസ്. ഡ്രൈവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോന്ന് ചോദിച്ച് ജൂബി. Do you have confidence to drive the car? ഓക്കെ, Yes, I have confidence to drive a car. യെസ്. Before you drive the car? Sorry? ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് മുമ്പ് പറഞ്ഞോളൂ. ഡ്രൈവ് ചെയ്തിട്ടുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത് സാറേ. മുമ്പ് ഡ്രൈവ് ചെയ്ത് പോവാറുണ്ടോ എന്നുള്ളത് അങ്ങനെ ചോദിച്ചത്. കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു. മുമ്പ് തനിയെ ഡ്രൈവ് ചെയ്ത് പോവാറുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. Yes, Yes. I have driven the car. യെസ്. ഓക്കെ ഓക്കെ.
വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ എലോൺ എന്ന് പറയുന്ന വാക്ക് ചേർക്കാം, തരിച്ച്. ഓക്കെ, വെരി ഗുഡ് രൂപി, വെരി ഗുഡ് ശ്രുതി. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രൂപി പറഞ്ഞതിൽ വരുന്നൊരു സംഗതി ഞാൻ പറയാം. ഗോ പെർസെന്റേജ് ആണ്, പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്, പാസ്റ്റ് ഗോ ഗോൺ ആണ്. ഗോ വെന്റ് ഗോൺ. എക്സാമ്പിൾ ആയിട്ട് ഗോ വെന്റ് ഗോൺ എന്ന് പറയും. ഗോ പോവുക, വെന്റ് പോയി. ഗോൺ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? പോയി കഴിഞ്ഞു എന്നുള്ളത്. അതവിടെയാണ് പ്രശ്നം. ഈ ഗോൺ എന്ന് പറയുന്ന ഒരു വേർഡിന് അതങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കില്ല. അതിന്റെ കൂടെ ഓക്കെ അതിന് ഒരു ഓക്സിലറി കൂടി ചേർന്ന് നിൽക്കണം. ലക്ഷ്മി പോയി എന്നാണെങ്കിൽ വേണ്ടി പറയാലോ. ഓക്കെ, അതിന്റെ കൂടെ എന്തുകൂടി വരുന്നു? ഒരു ഓക്സിലറി. ഓക്കെ, വിൽ ഹാവ്. അപ്പോൾ ഹാവ് വന്നല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസാണ്, നമ്മൾ അടുത്ത് പഠിക്കാൻ പോയ ടെൻസാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ എപ്പോഴും എന്ത് ഒരു ഹാസ്, ഹാവ്, ഹാഡ് ലക്ഷ്മി പറഞ്ഞതുപോലെ അതും കൂടി ചേർന്ന് നിൽക്കും. അപ്പോഴാണ് അതിനൊരു ധൈര്യം വരുന്നത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഒറ്റക്ക് നിൽക്കുമ്പോൾ ധൈര്യം ഉണ്ടാവും, ഒരാളും കൂടി കൂടിയാൽ ഭയങ്കര ധൈര്യമായിരിക്കും. യെസ്, അതുപോലെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഒറ്റക്ക് നിൽക്കൂല, ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് ഒരു ഓക്സിലറി വെർബിന് കൂടി ഉണ്ടെങ്കിൽ ഹാസ് ഗോൺ, ഹാവ് ഗോൺ, ഹാഡ് ഗോൺ, വിൽ ഹാവ് ഗോൺ, ഇങ്ങനെയൊക്കെ വരും. യെസ്. പിന്നെ ഈ സാധനം കരുതുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പാസീവ് വോയിസ് ആയിട്ട് പറയുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും അഞ്ജലി ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ കിൽഡ് എ സ്നേക്ക്. ഞാനൊരു പാമ്പിനെ കൊന്നു. ഞാൻ എന്നായിരുന്നു ആദ്യത്തെ വാചകം. രണ്ടാമത്തെ വാചകം കൊന്നു, പിന്നെ പാമ്പിനെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതേ വാചകം നിങ്ങൾ മലയാളത്തിൽ തിരിച്ചെന്നോട് പറയണം. തിരിച്ചെന്നോട് പറയുമ്പോ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കണം. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാം. രാമൻ കിൽഡ് എ സ്നേക്ക്. രാമൻ കിൽഡ് എ സ്നേക്ക്. ഓക്കെ, രാമൻ ഒരു പാമ്പിനെ കൊന്നു. നിങ്ങൾ രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് പറയുന്ന ആ മലയാളം വാചകം തിരിച്ചെന്നോട് പറയുമ്പോ ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കും. പാമ്പിനെ എന്നതാവരുത്, പാമ്പ്. നിമ്മി എങ്ങനെ വരും? അത് ഇംഗ്ലീഷ് കറക്റ്റ്. കൊല്ലപ്പെട്ടു. വെരി ഗുഡ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ദ സ്നേക്ക് വാസ് കിൽഡ്. ആ കിൽഡ് എഴുതുന്നത് പാസ്റ്റ് ടെൻസിലെ കിൽഡ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിൽഡ്. യെസ്. ഓക്കെ, ശരി. അവിടെ വാസ് കൂടി വേണം. ദ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമ. യെസ്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഞാനിപ്പോ അതിങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ സംയോജിതമായിട്ട് പറഞ്ഞത്. ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. യെസ്, അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരണ്യ കറക്റ്റ് ആണ്. ഓക്കെ വിഘ്നേഷ് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസ് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് നോട്ട് ചേർക്കണം എന്ന് പറഞ്ഞു. ഹാഡ് ആദ്യം ചേർത്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ആ വൊക്കാബുലറിയുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. Yes. Yes. All your answer should start with the letter A. Red. Reading. Red. Okay, Lakshmi. R എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് കേട്ടോ. ആറിൽ ആരംഭിക്കുന്നത്. യെസ്. ഓക്കെ. യെസ്, വിഘ്നേഷ്. ഓക്കെ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
An elastic substance from SAP, SAP. Nimisha, Sharanya, Srirashmi. Nimisha, Sharanya, Srirashmi. Okay, answer is correct. ഇതിൻ്റെ അകത്ത് അത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഞാൻ നോക്കിയപ്പോൾ. ഓക്കെ, യെസ്. അടുത്തത് എ. ശ്രീലക്ഷ്മി ഏൽപ്പിക്കട്ടെ മാർക്ക് രേഖപ്പെടുത്താൻ. ശ്രീലക്ഷ്മി ഏറ്റോ? സാർ അവരവർ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞ പോരെ? മതിയാ? അത് മതി. അപ്പൊ ഒരാളുടെ ചാൻസും മിസ് ആവത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരമാണെങ്കിൽ 1 മിനിറ്റ് അതിന്റെ സമയമുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് പറയാം, കണ്ടു പറയാനേ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓ, ആ നിർദ്ദേശം കൊള്ളട്ടെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാൻ മുമ്പ് ചെയ്തപ്പോ വേറെ കാര്യം ചെയ്തിരുന്നു. 3 പേരുടെ ഒരു ടീം ഉണ്ടാക്കി. ആ 3 പേർക്ക് ആണ് ചോദ്യം ചോദിക്കുക. 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ അവർക്ക് ഒരു പോയിന്റ്. അവര് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ ബാക്കി ആർക്കെങ്കിലും പറയാം. അവർക്ക് പോയിന്റ്. പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ അടുത്ത 3 പേര്, അങ്ങനെ. ഓക്കെ ഓക്കെ, യെസ്. ഞാൻ ചോദ്യം ഇതാണ്. ആൻ ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് മെയ്ഡ് ഫ്രം റബ്ബർ. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് എ. റെഡ് ജെം സ്റ്റോൺ. A red gemstone. Yes, the answer is correct. The answer is ruby. Ruby. Yes, answer is ruby. Yes. Another waste material. Yes, waste. I think waste material to be thrown. THROWN. To be thrown away. Waste material to be thrown away. ആ പ്രോസസ്സിനെ പറയുന്ന ഒരു പേരുണ്ട്. ഞാൻ പറഞ്ഞ ഒരു മീനിങ് ആണ്. ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് റീസൈക്കിൾ അല്ല വിഘ്നേഷ്, അത് വേറെയാണ്. അത് ഒന്നുകൂടി ഉപയോഗിക്കാന്നുള്ളതാണ്. വലിച്ചെറിയുന്നത് അതല്ല, അത് കുഞ്ഞു, അത് പുനരധിവാസം എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ചു. യെസ്, ചിലപ്പോ ചില ആളുകളൊക്കെ ഈ വാക്ക് സംസാരിക്കുമ്പോഴേക്കും മോശം, ചീത്ത എന്നുള്ള വാക്ക് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. യെസ്, റഫ് അല്ല. അപ്പൊ സുധീർ ടീ വന്നു പോയി. ഓക്കെ. വേസ്റ്റ് മെറ്റീരിയൽ ടു ബി ത്രോൺ എവേ. വേസ്റ്റ് മെറ്റീരിയൽ to be thrown away. Okay, I come to answer, and answer rubbish. RUBBISH. We need to point it out for the Golo Osirishmi. Rubbish. Okay. Another word for damage or spoil. Another word for damage or spoil. ഞാൻ ഉദ്ദേശിച്ച വാക്ക് വന്നിട്ടില്ല ജോബി. നശിക്കുക എന്നർത്ഥം വരുന്നൊരു വാക്ക് കൂടി ഉണ്ട്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ആ വാക്കുകൾ ഉപയോഗിക്കാം. Okay, correct. Answer is
ruin, RUIN, അവശിഷ്ടം, നശിക്കുക, നശിച്ചു പോവുക, RUIN. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. അതായത് എല്ലാ ചോദ്യത്തിന്റെയും ആദ്യത്തെ ലെറ്റർ ആറും രണ്ടാമത്തെ ലെറ്റർ യു എന്നും കൂടിയാണ്. RU, കേട്ടാ, RU, റൂയിൻ എന്ന് പറയുന്നില്ല, RUIN. യെസ്, അടുത്തത്. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A strong alcoholic drink. A strong alcoholic drink. It's the correct answer. Yes. The answer is rum. RUM. A strong alcoholic drink. Rum. Yes. அடுத்தது. Informations that spread to a lot of people. I will repeat. Information that spread to lot of people, but they may not be true. Answer വന്നില്ലാലും ശ്രീലക്ഷ്മി ആൻസർ പറഞ്ഞു. ഓക്കെ, the answer is rumor. The answer is rumor. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. Yes, very good, very good. Next question. A card game, CARD, a card game players try to form sets or sequences of cards. Yes, okay. Nimisha, correct. Yes, Nimisha എന്നോട് ആദ്യം പറഞ്ഞത്. That is called റമ്മി. ചീട്ട് കളിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളിയാണ് റമ്മി. A card game players try to form sets, SETS, set ആയിട്ട്, or sequences of cards. സീക്വൻസ് ആയിട്ട് വെക്കുന്നതിനെയാണ് റമ്മി എന്ന് പറയാം. യെസ്, ഓക്കെ. അത് വേറെ ഒന്നും രേഖപ്പെടുത്തി വെച്ചോ ശ്രുതിയുടെ പരിശോധന ഇതേപോലെ. ഓരോരുത്തരും അവരോട് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാനൊന്നും രേഖപ്പെടുത്തുന്നില്ല കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To jog, JOG, to jog really fast, like to jog fast. Okay, Hira. Yes, correct answer. Jog വേഗത്തിലാവുമ്പോൾ എന്ത്? That turn into run. അത് ഓടുക എന്നുള്ള ഭാഗം. Run. Okay. Next question. The unit of money in India. The unit of money in India. Okay, Srilakshmi. Yes, it's a correct answer. The answer is rupee, Indian rupee. Yes, about rupee and India, rupee. Yes. Correct answer. அடுத்தது. A car, a road, ROAD. Where, WHERE, where planes take off. A road where planes take off. Okay, Srilakshmi, is a correct answer. The answer is runway. Runway ആണ് answer. The road where the planes take off. Runway. അടുത്തത്. Another word for WORD. Another word for law. LAW, നിയമം. Okay, Jubi. Yes, ആദ്യം പറയുന്ന ആളുടെ പേര് ഞാൻ പറയുന്നുണ്ട്. Okay, Jubi, correct answer ആണ്. The answer is rule, നിയമം, ruling. Yes. Another word for law, that is rule, RULE, rule.
അടുത്തത് a strip, strip, a strip of wood or metal used for measuring, used for measuring. Mimi ഒന്നും കൂടി റെഡിയാക്കൂ. Correct answer is are you വരൂല, റോഡ് വരും. Are you yes, അതല്ല, റോഡല്ല. A strip of wood or metal used for measuring. Okay, division correct answer ആണ്. Ruler. Okay, Juby. Ruler. 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 അടുത്തത് a hard, HARD, hard dry biscuit. A hard dry biscuit. Okay, Nimisha. Correct ആണ്. Rusk. Rusk is the biscuit, but it is a hard dry biscuit. Rusk. Yes. Yes, correct answer ആണ്. അടുത്ത ആൻസർ, അടുത്ത ചോദ്യം. A reddish, REDDISH, a reddish brown substance, a reddish brown substance that forms on iron or steel. A reddish brown substance. Okay, Juby, is the correct answer. The answer is rust. Turumbu, RUST, rust. Yes. Okay. Okay, Nimi, correct. Yes. Adutha question, which is the last question. The question is another word for merciless. Another word for merciless. Correct അല്ല, correct word നിങ്ങളൊക്കെ പറയാം. Another merciless. Yes, another word for merciless. അതേപോലെ തന്നെ പറയണ്ടേ അതിന്റെ വേർഡ്. റൂഡ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്. ആരും പറഞ്ഞില്ലെങ്കിൽ നമുക്കത് കൊടുക്കാം. റൂഡിനെസ് അല്ല. യെസ്. ഓക്കെ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. Ruthless. Okay, merciless, ruthless. Okay. Yes, ruthless. Okay. Yes. Okay, Vignesh. So correct answer. Yes. അപ്പോ അവരവർക്ക് കിട്ടിയ പോയിന്റുകൾ പറയണം. ഞാനപ്പോ ഓരോരുത്തരെയും ഒന്ന് വിളിക്കാം. ആതിര. Sir, 3 marks. അച്ചു, ഹീര, Sir, 4. അഞ്ജന, നിമിഷ, ശരണ്യ. 2. എത്ര? 2. ഓക്കെ. കുഞ്ഞു. No mark. വൈഗാമോൾ. ശ്രുതി. 7. യെസ്. നാദിഷ. നിമിഷ. 7 ആണെന്ന് തോന്നുന്നു. നിമിഷ കേട്ടില്ല, മൈക്കോൺ അയക്കില്ല. 7. ജൂബി പോൾ. സാറേ ഞാൻ കൗണ്ട് ചെയ്തില്ല. 6-7 മാർക്കൊക്കെ കിട്ടിയിരുന്നു വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പ്രിയ ബാനു. ശ്രീലക്ഷ്മി. 11, sir.
വിഘ്നേഷ്, അതെ 2. നിമ്മി ജോസ്, 2. റോഷന, ബിജി റോയ്. ഓക്കെ, ഇനി നമ്മുടെ 1, 2, 3 മോഡലിൽ ശ്രുതി എടുത്തു കഴിഞ്ഞപ്പോ ആർക്കൊക്കെ കിട്ടിയേക്കണ പോയിന്റ് പറയും. സർ ഞാൻ അങ്ങനെ നോക്കിയില്ല. വെരി ഗുഡ്. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. നമുക്ക് അടുത്ത വർഷം കറക്റ്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇനി നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. ഇനി നമുക്കൊരു 6 മിനിറ്റ് കൂടി ഉണ്ട്, കുഴപ്പമില്ല, സമയമുണ്ട്. യെസ്, അപ്പൊ ഇന്ന് ആരൊക്കെ, ഞാൻ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? ശ്രീലക്ഷ്മിനെ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? ആളുകളുടെ പേര് പറയാൻ, നോട്ട് ചെയ്യാനായിട്ട്. ശ്രീലക്ഷ്മിയോടല്ലോ പറഞ്ഞു. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി സാർ പറയും. ഇന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയായിരുന്നു? ഇന്നത്തെ പേര് എനിക്ക് ഓർമ്മയില്ല. ആതിരുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഓരോരുത്തരും വിളിക്കാം. ആദ്യം ആരെങ്കിലും റെഡി? നിമ്മി, ഓക്കെ ഓക്കെ. അരണ്യൊക്കെ ഉണ്ട് തോന്നുന്നു. യെസ്, ആതിര, ആരെങ്കിലും റെഡി? സാർ ഞാൻ ഇന്നലെ പാടിയോണ്ട് ഇന്ന് റെഡിയായി. യെസ്, അത് ലാസ്റ്റ് പാടാം. ഓക്കെ, നമുക്ക് അടുത്ത ചാൻസ് ആണ്. നോ പ്രോബ്ലം. ആതിര കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നിമ്മിക്ക് കൊടുക്കാം. നിമ്മി ഇന്നലെ പെർഫോമൻസ് ഉണ്ടായില്ല, പിന്നെ നിമ്മിക്ക് ഒരു ചാൻസ് കൊടുക്കാം. ഓക്കെ നിമ്മി? ശ്രീലക്ഷ്മി പറഞ്ഞായിരുന്നു പാടാന്ന്. ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ നിമ്മിയിൽ നിന്ന് ആരംഭിക്കാം. ഓക്കെ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, ഇനി കൂടാതില്ലല്ലോ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, വെള്ളാം കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാം, എന്തേ പോരാ വാവേ വാവാച്ചി, കുന്നിക്കൊരു കുത്തിൻ ഉള്ളിപ്പരിച്ചു പിന്നിക്കൊരുത്തൊരു മാലതേക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന ചന്ദ്രക്കലമായി കൊണ്ടുതരാം, പുഞ്ചിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. തിത്തേ തിത്തേ നൃത്തം വയ്ക്കുമ്പോൾ നിന്നെ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടീ പല്ലക്കിൽ, എന്തേ തുള്ളാത്തൂ വാവേ വാവാച്ചി, തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമിൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ എനിയേറെ ഇഷ്ടം, ചുന്ദരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. വെരി ഗുഡ് നിമ്മി. ഞാൻ വിചാരിച്ചു നിമ്മി ഡിവോഷണൽ സോങ് ആയിരിക്കും പാടുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞെട്ടിച്ചത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാ പാട്ടും പാടും, എല്ലാ പാട്ടും പാടാറുണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. വായില് മൊത്തം പൊട്ടിയിരിക്കുക, അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. യെസ്, എന്നിട്ടിങ്ങനെ അപ്പൊ അതുകൂടി ഇല്ലായിരുന്നെങ്കിലോ, ബിയോണ്ട് ദ ലിമിറ്റ് ആയിരുന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സർ.
യെസ്. ശ്രീലക്ഷ്മി അടുത്ത ആരാണ്? ഒരാൾക്ക് കൂടി നമുക്ക് ചാൻസ് കൊടുക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആരാണ് അടുത്ത? സാർ പറയൂ. ആരാണ്? ഞാനാണോ പാടണ്ടേ? ആർക്കും അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പഠിക്കുള്ളൂ ശ്രീലക്ഷ്മി? അല്ല സാർ, ഞാൻ 2 പറയും പാടാം. യെസ്. ഇന്നത്തെ തോട്ടത്തിൽ പൂവെല്ലാം കേട്ടപ്പാർ, ഇന്നത്തെ ജന്നൽ തമ്പി எல்லாமே கேட்டுப்பார், இன்னைக்கு வெண்ணங்கிச்சு ஒன்றாய் கேட்டுப்பார், உன் பேர் சொல்லாமே. இன்றைக்கு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், இன்றைக்கு ஜன்னல் தம்பி எல்லாமே கேட்டுப்பார், இன்னைக்கு வெண்ணங்கிச்சு ஒன்றாய் கேட்டுப்பார், உன் பேர் சொல்லாமே. வாய்ப்பாட்டு பாடும் வாய்ப்பூட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது, பண்டெல்லாம் சத்தம் போட்டால் பூஞ்சாலை தாங்காது, குண்டங்கள் சத்தம் போட்டால் வண்டுக்கு கேட்காது, அடிக்கு பின்னாலே காவேரி தாங்காது, ஆளான பின்னாலே அள்ளிப்பூ மூடாது, ஆசை துடிக்கின்றதா. സാർ. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ടീച്ചർ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ലാസ്റ്റ് പീരീഡ് ആയിരുന്നു, നമുക്ക് കുഴപ്പമുണ്ടായില്ല. ഓക്കെ, അപ്പൊ ആതിര കൃഷ്ണ, നിമിഷ, പിന്നെ ശരണ്യ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസരം തരുന്നതാണ്. ഡോണ്ട് വറി, ഒന്നുകൂടിയൊക്കെ റെഡി ആയിട്ട് നിന്നോളൂ. ഓക്കെ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തകർക്കാം. ഓക്കെ ഓക്കെ ശരണ്യ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. So we will meet in the next class. Okay, bye. Yes, okay, Sharanya.